72.77% വോട്ടുകളാണ് ചേലക്കരയിൽ പോൾ ചെയ്യപ്പെട്ടത്. രാവിലെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും വൈകിട്ട് പോളിംഗ് മന്ദഗതിയിലായി. വിജയപ്രതീക്ഷയിലാണ് 3 സ്ഥാനാർത്ഥികൾ. ചേലക്കരയിൽ രാവിലെ രേഖപ്പെടുത്തിയത് കനത്ത പോളിംഗ് ആണ്. രാവിലെ മുതൽ ഉച്ചവരെ വോട്ടേഴ്സിന്റെ വലിയ നിരയായിരുന്നു പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ. ഉച്ചയോടെ 50% മുകളിലായിരുന്നു പോളിംഗ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായി. അതേസമയം സ്ഥാനാർത്ഥികൾ വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ ദേശമംഗലം വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ ഭാര്യയ്ക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. പോളിംഗിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്നും വികസന തുടർച്ചയ്ക്കായുള്ള വോട്ടാണ് താൻ ചോദിച്ചതെന്നും UR പ്രദീപ് പറഞ്ഞു. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ പാമ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വലിയ ശുഭപ്രതീക്ഷയുണ്ടെന്നും സർക്കാർ വിരുദ്ധ വികാരം ചേലക്കരയിലും അലയടിക്കുമെന്നും K ബാലകൃഷ്ണനും പറഞ്ഞു. BJPയുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് വോട്ടിംഗ് ശതമാനം കൂടുന്നത്. അത് BJPക്ക് അനുകൂലമായിട്ട് മാറും. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല. എങ്കിലും എല്ലാ ബൂത്തുകളിലും എത്തി സ്ഥിതിഗതികൾ രമ്യ വിലയിരുത്തി. ചേലക്കരയിൽ ഒരു മാറ്റം അനിവാര്യമാണെന്നും ചേലക്കര മാറുക തന്നെ ചെയ്യുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. K രാധാകൃഷ്ണന്റെ വോട്ട് തോന്നൂർക്കര AUP സ്കൂളിലായിരുന്നു. സംവിധായകൻ ലാൽ ജോസ് ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായി ചേലക്കര മണ്ഡലത്തിലെത്തി. സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഇനി വിധി നിർണയത്തിനായുള്ള കാത്തിരിപ്പിലാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഹരീഷ് നാരായണൻ ചേരുന്നു. ഹരീഷ്, മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ചേലക്കരയിലെ പോളിംഗ്? ശ്രീജ, ചേലക്കരയിൽ അങ്ങനെ പോളിംഗ് പൂർത്തിയായ ഒരു സാഹചര്യമാണ്. 73% താഴെയാണ് ഇപ്പോൾ പോളിംഗ് പൂർണ്ണമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സ്കൂളുകളിലും പോളിംഗ് അവസാനിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം പോളിംഗ് കുറവാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണത്തെ അത്രയും പോളിംഗ് ഇല്ല. ഇന്ന് ഉച്ചവരെ നോക്കുമ്പോൾ 50% പോളിംഗ്. അത് രാവിലെ മുതൽ ഉച്ചവരെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഈ ബൂത്തുകളിൽ. അപ്പോൾ 50% പോളിംഗ് അങ്ങനെ വന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികമായും പോളിംഗ് കുറയുന്ന ഒരു മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യമാണ് ചേലക്കരയിൽ നമ്മൾ കണ്ടത്. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പോളിംഗ് കുറവാണ്. പക്ഷേ സ്ഥാനാർത്ഥികൾ പറയുകയുണ്ടായി ഇപ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ കനത്ത പോളിംഗിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ തവണ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ പോളിംഗ് കുറഞ്ഞ ഒരു സാഹചര്യമാണ്. 73% താഴെ മാത്രമാണ് ഇപ്പോൾ പോളിംഗിൻ്റെ ഒരു കണക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നത്. പരസ്യപ്രചരണം അവസാനിച്ച് ഈ കൊട്ടിക്കലാശവും അവസാനിച്ച് നിശബ്ദ പ്രചരണം അവസാനിച്ചവർ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ടുകൾ രേഖപ്പെടുത്തി പുറത്തു വന്നപ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും പങ്കുവച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് വിധി നിർണയത്തിൻ്റെ നാളുകളാണ്. 10 ദിവസം കഴിഞ്ഞാൽ 23-ാം തീയതി ആ ഒരു വിധി നിർണയമാണ്. കാത്തിരിക്കുകയാണ് ചേലക്കരയിലെ ജനങ്ങളും അതുപോലെ ഒപ്പം സ്ഥാനാർത്ഥികളും ആരെടുക്കും ചേലക്കര എന്നറിയാൻ. എന്തായാലും ആ നിർണായക നിമിഷത്തിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീജ. തീർച്ചയായും ചേലക്കരയുടെ മനസ്സിലെന്ത് അറിയാം 23-ന്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ.